ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നാണ് കേട്ടോ കാണിക്കുന്നത്. എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ടുള്ളൊരു റുട്ടീൻ ഇല്ല. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ദിവസം ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. ഞാൻ ഡെയിലി ഉൾപ്പെടുത്തുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇന്ന സമയത്തിന് ഇന്നത് തന്നെ കഴിക്കണം, ഇന്ന സമയത്തിന് അങ്ങനെയില്ല. ഒരു 2 hours വിട്ടിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞ പോലെ ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുറച്ച് എപ്പോഴും ഇങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 8 മണി ആയപ്പോഴാണ് കേട്ടോ. അതിന് മുന്നേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അന്ന് പണിക്ക് പോകാനുണ്ട്, അതുപോലെ മോള് വിടില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് എണ്ണയൊക്കെ തേച്ച് മേലൊക്കെ കഴുകിയതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. രാവിലെ 2 ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ നമ്മളെ കട്ടൻ ചായയാണ് കേട്ടോ. ചില ദിവസം പാലൊഴിച്ച് കുടിക്കും, ചില ദിവസം കട്ടൻ ചായ ആയിരിക്കും, ചില ദിവസം വെള്ളമായിരിക്കും. അങ്ങനെ ഓരോ ദിവസങ്ങൾ. ചില ദിവസം കാപ്പിക്കാതെ നെയ്യ് ഒഴിച്ച് കുടിക്കും. എൻ്റെ ഒരു മൂഡ് അനുസരിച്ച് ഓരോ ദിവസം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നേരമായിട്ട് എന്ത് കഴിച്ചാലും ഒരു നെഞ്ചരിച്ചിൽ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസിൻ്റെ ആണെന്നുള്ളത്. വേണമെങ്കിൽ മാത്രം ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഗുളിക കുടിക്കാനുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ പെരുംജീരകമോ അല്ലെങ്കിൽ നമ്മളെ മല്ലി, ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഞാനതൊക്കെ കഴിച്ചിങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പം മഞ്ഞ് ഇങ്ങോട്ട് മാറി വരുന്നതേ ഉള്ളൂ. 8:30 ആവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മിറ്റൊക്കെ അടിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. അതിനുശേഷം ഞാൻ മിറ്റമൊക്കെ അടിച്ചു വന്നതിന് ശേഷം ഏകദേശം 10 മണിയായപ്പോൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ചെറുപഴം ഉണ്ട്, അതൊരു ചെറുപഴം എടുത്ത് കഴിച്ചു. പാൽ ഇവിടെ കാച്ചിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചൂടാറിയാലും ചൂടോടെ കുടിക്കാമല്ലോ. അപ്പോൾ ഞാനത് പാല് കാച്ചി അവിടെ വെച്ചു. പാലവിടെ കാച്ചി വെച്ച് ഓരോ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 11:30 ആയി. പാല് നല്ലപോലെ തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളം ചൂടോടെ കുടിക്കുമ്പോൾ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതറിയില്ല. തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഫീൽ ചെയ്യും. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവില്ല. പിന്നെ ഞാൻ ചൂടാക്കാനൊന്നും പോയില്ല കേട്ടോ. ഉള്ളത് വെച്ച് അങ്ങനെ അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് 3 ഈന്തപ്പഴവും ഒരു 5 ബദാമും ഒരു അത്തിപ്പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് എൻ്റെ PSCൻ്റെ നിയമനങ്ങളും പിന്നെ അതുപോലെ SBIൻ്റെ നിയമനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഡേറ്റ് വൈസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, കാറ്റഗറി നമ്പറൊക്കെ. അപ്പോൾ അത് എന്നാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഓരോന്നിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി കംപ്ലീറ്റ് ആക്കി വെച്ചു. പിന്നെ എനിക്ക് വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ ചോറും ചിക്കൻ കറിയും ക്യൂക്കമ്പർ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളിയില്ലാത്ത തൈരുണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും ഒക്കെ കൂടി ആകുമ്പോൾ ചോറിനാൻ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞാൻ ചിക്കൻ കറിക്കകത്ത് തൈര് ഒഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോഡ് മുകളിൽ കൂടെ ഒച്ചേക്കുന്നത്. കാരണം നമ്മളെ തൊഴിലുറപ്പിൽ ചേച്ചിമാർ പോകുന്ന സമയമാണ് ചോറിനാൻ. അപ്പോൾ കറക്റ്റ് 1 മണി ആയിട്ടുണ്ട്, അവർ 1 മണിക്കാണ് ചോറിനാൻ പോകൽ. പിന്നെ ഇതിൻ്റെ ഇടയിലില്ലേ ഞാൻ വെള്ളം നല്ലപോലെ കുടിക്കുന്നുണ്ട് കേട്ടോ. കാരണം 3 ലിറ്റർ വെള്ളമെങ്കിലും ഞാൻ മാക്സിമം എത്തിക്കാൻ നോക്കും, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ എത്തിക്കാൻ നോക്കും. അത് ഇന്ന വെള്ളം തന്നെ എന്നല്ല, എങ്ങനെയെങ്കിലും ചായ ആയിട്ടോ അല്ലെങ്കിൽ പച്ചവെള്ളം ഇപ്പോൾ കുടിക്കാറില്ല, മഞ്ഞപ്പിത്തുള്ളത് കൊണ്ട് കേട്ടോ, ചൂടുവെള്ളമായിട്ടോ. പിന്നെ 1 ലിറ്ററിൻ്റെ കുപ്പിയിൽ ഞാൻ കരിങ്ങാലി വെള്ളം തിളപ്പിച്ച് വെക്കും. പിന്നെ വേറെ എന്തെങ്കിലും മുത്താറി വെള്ളം കലക്കി വെക്കും, അങ്ങനെ എന്തെങ്കിലും. പിന്നെ മോരുണ്ടായത് കൊണ്ട് ഞാൻ മോര് വെള്ളം ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് 3 ലിറ്റർ വെള്ളം ഞാൻ എത്തിക്കും. മാക്സിമം വെള്ളം നല്ലപോലെ കുടിക്കാൻ നോക്കി. ഈ ഒരു സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ കഴിച്ചു. ചോറ് തിന്ന് കഴിഞ്ഞോണം തന്നെയല്ലേ എനിക്ക് എന്തെങ്കിലും തണുത്തായിട്ടോ അല്ലെങ്കിൽ മധുരമുള്ളതോ ഐസ്ക്രീമോ പുളിയുള്ളതൊക്കെ അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അങ്ങനെ കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് അരവണി ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് പോയി വന്നപ്പോൾ കൊണ്ടു തന്നായിരുന്നു. ആ ചിഞ്ചുരുവിന് വെക്കാൻ പറഞ്ഞിട്ടാണ് അവൾ പോയിട്ടുള്ളത്. പക്ഷേ എൻ്റെ കൊതി അതിന് അനുവദിക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അത് കൊണ്ടുവന്ന സോഫയിലിരുന്ന് പതുക്കെ ചോറ് തിന്നതിൻ്റെ പുറകെ തന്നെയാണ് കേട്ടോ തിന്നുന്നത്. ഇരുന്ന് കുറച്ച് കഴിച്ചു. അവൾക്കുള്ളത് കുറച്ച് മാത്രം അവിടെ മാറ്റി വെച്ചു കേട്ടോ. ഏട്ടന് ഇന്നലെ ഒരു സ്പൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ കൊടുത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അരവണ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ചു കേട്ടോ. രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം കഴിക്കാൻ എണീക്കുന്നുണ്ട്, ഉറക്കം അങ്ങ് കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പകൽ കുറച്ച് നേരം കിടന്നുറങ്ങും. ഇന്ന് ഞാനൊരു 2:30 കയറി കിടന്നിട്ട് 5:30 ആകുമ്പോഴാണ് കേട്ടോ എണീറ്റ്. 5:30 ആയപ്പോൾ എണീറ്റ് വന്നപ്പോൾ ഏട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും അച്ചപ്പം ഉണ്ടായിരുന്നു, അതുപോലെ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പൊരി ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂട്ടി ഞങ്ങൾ രണ്ടാളും കഴിച്ചു. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കഴുകി വന്ന് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, വാ നമുക്ക് ഒന്ന് വെന്റുവൈപ്പാലത്തിൻ്റെ അവിടെ പോയി കറങ്ങി തിരിഞ്ഞ് വരാം, ഒരു കട്ടനൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ 7:30 ആയപ്പോൾ വെന്റുവൈപ്പാലത്തിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന്. കട്ടൻ വേണ്ട കേട്ടോ എനിക്ക്, ഞാൻ ചായ ഇപ്പോൾ കുടിച്ചിട്ടല്ലോ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് ഐസ്ക്രീമായിരുന്നു. തണുപ്പും കഫ് കെട്ടും ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ഞാൻ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് വായി നോക്കി 8:30 ആയപ്പോൾ വീട്ടിലെത്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിന്ന് ചോറ് വേണ്ട. അപ്പോൾ ഏട്ടനും പറഞ്ഞു ഏട്ടനും ചോറ് വേണ്ട, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഞാനത് ആ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. ചില സമയത്ത് അങ്ങനെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കഴിക്കാൻ തോന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും, ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കഴിക്കും. അങ്ങനെ ഞാൻ ഉപ്പുമാവും പഴം ഉണ്ടായിരുന്നു, ചെറിയ പഴം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂട്ടി കഴിച്ചു. ഏട്ടൻ നേരെ രാവിലത്തെ നമ്മളെ ചിക്കൻ കറിയില്ലേ, ചിക്കൻ കറിയും
അതുപോലെ ഉപ്പുമാവും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.